വിവരങ്ങളുമായി പ്രസാദെ, പന്തളം നഗരസഭയിലെ NDAയുടെ ആ തേരോട്ടത്തെ ഇടംകാലിട്ട് വീഴ്ത്തിയിരിക്കുകയാണോ UDF? ഇപ്പോഴും UDF തന്നെയാണോ പന്തളം നഗരസഭയിൽ മുന്നിൽ? അതെ കാളിദാസ, ഞങ്ങളിപ്പോൾ പന്തളം നഗരസഭയിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ NSS കോളേജിന്റെ മുൻവശത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഐതിഹാസികമായ ഒരു വിജയമാണ് UDF മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഈ BJP ഭരണ നേതൃത്വത്തിന്റെ കാലഘട്ടത്തിൽ ഈ അവസാന 3, 4, 5 വർഷങ്ങളിൽ അധ്യക്ഷ പദവിയെ ചൊല്ലി BJP-യിൽ കലഹമുണ്ടാകുകയും ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വരെ ഇടപെട്ട് അതിന് പരിഹാരം കണ്ട് അങ്ങനെ ആടി ഒലഞ്ഞു നിൽക്കുന്ന അവസരത്തിലായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നത്. അത് തികച്ചും BJP-യെ അത് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുളനട പഞ്ചായത്തിലെ BJP-യുടെ മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൂടിയായ അശോകൻ കുളനട ടൗൺ വാർഡിൽ, അതായത് കുളനട ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡിൽ പരാജയപ്പെട്ടെന്നുള്ള ഒരു വാർത്തയും ഇതിനോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ സമസ്ത മേഖലയിലും UDF-നെ ആധിപത്യം പുലർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ്. അതായത് UDF-ന്റെ ജില്ലാ പഞ്ചായത്തിൽ 17 സീറ്റുകളിലും ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് 15 സീറ്റിലും UDF മുന്നോട്ട് വരികയാണ്. അതുപോലെ തന്നെ നഗരസഭയിൽ, പത്തനംതിട്ട നഗരസഭയിലെ നമ്മളിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞ 17 സീറ്റിലും 15 സീറ്റിലും UDF-ഉം, അങ്ങനെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് വ്യത്യാസമില്ലാതെ സമസ്ത മേഖലയിലും UDF-ന്റെ ഒരു മേധാവിത്വമാണ്. അതായത് പത്തനംതിട്ട ജില്ല കഴിഞ്ഞ കാലങ്ങളിൽ UDF-ൽ നിന്നും പിന്നോട്ട് പോയെങ്കിലും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻപിച്ച മുന്നേറ്റമാണ്. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് DCC വൈസ് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഭാര്യയും പത്തനംതിട്ട നഗരസഭയിൽ അഡ്വക്കേറ്റ് A. സുരേഷ് കുമാർ 18, 19 വാർഡുകളിൽ ജയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർഡുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നോമിനിയായിട്ട് വന്നിട്ടുള്ള ഫെന്നി അവിടെ തോറ്റുപോയിട്ടുണ്ട്. CPയിൽ നിന്നും രാജിവെച്ചിട്ടുള്ള പള്ളിക്കൽ ഡിവിഷനിലെ ശ്രീനാഥ് വി കുഞ്ഞമ്മ ഇപ്പോൾ തുടക്കത്തിൽ വോട്ടെണ്ണിയപ്പോൾ അല്പം മുമ്പിലായിരുന്നെങ്കിലും ഇപ്പോൾ 200 വോട്ടിന്റെ പിന്നിലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ UDF-ന്റെ ഒരു സർവാധിപത്യമാണ് കാളിദാസ നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി പ്രസാദ് MJ, എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും ശേഖരിക്കുക. എന്തായാലും UDF-ന്റെ തേരോട്ടം ഇപ്പോൾ പത്തനംതിട്ടയിൽ കാണുന്നുണ്ട്. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിന്റെ വാർഡിൽ BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശബരിമല സ്വർണ്ണപ്പാളി വിഷയം തന്നെ മുന്നോട്ട് വെച്ച ഒരു പ്രചരണം. അത് മികച്ച രീതിയിൽ ഫലപ്രദമായിരിക്കുന്നു എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇനിയിപ്പോൾ അറിയേണ്ടത് കണ്ണൂരിൽ LDF മുന്നിൽ എന്നുള്ള വാർത്ത ലഭിക്കുന്നു. കൊച്ചിയിൽ ഏതാണ്ട് ഭരണം ഉറപ്പിച്ചിരിക്കുന്നു UDF എന്നുള്ളതാണ്. 43 സീറ്റാണ്. തൊട്ടുപുറകെ 24 ഇടങ്ങളിൽ LDF-ഉമുണ്ട്. തൃശ്ശൂരിൽ UDF 34, കോഴിക്കോട് 26, 22, അതായത് 26 ഇടങ്ങളിൽ LDF, 22 ഇടങ്ങളിൽ UDF. കണ്ണൂരിൽ UDF 32 ഇടങ്ങളിൽ UDF. തിരുവനന്തപുരത്ത് 39 സീറ്റുകളിൽ NDA, 20 ഇടത്ത് LDF. NDA കുതിപ്പ് തന്നെ. തിരുവനന്തപുരം തിലകമണിയിക്കാനുള്ള തിരക്കിലാണ് NDA എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ഫലം കാണുമ്പോൾ തോന്നുന്നു, അല്ലേ ഉണ്ണി? തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം തന്നെയാണ് NDAക്ക് ഉള്ളത്. 39 എന്ന നിലയിലേക്കാണ് പോകുന്നത്. നമുക്ക് ചില അപ്ഡേറ്റുകൾ നോക്കാം. കോട്ടയത്ത് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും നഗരസഭയിലും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ UDF-ന്റെ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ണൂരിലെ തലശ്ശേരി നഗരസഭ, അവിടെ കാരായി ചന്ദ്രശേഖരൻ ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. അതുപോലെ തന്നെ ചെർപ്പളശ്ശേരി നഗരസഭ, അത് പാലക്കാട് ജില്ലയിലാണ്. ചെർപ്പളശ്ശേരി നഗരസഭയിൽ LDF-ന് ഭരണ തുടർച്ച ഉണ്ടായിരിക്കുന്നു. അവരവിടെ ഭരണം നിലനിർത്തിയിരിക്കുന്നു. അതേസമയം ചാലക്കുടി UDF അവരുടെ കോട്ട കാത്തിരിക്കുന്നു. ചാലക്കുടി നഗരസഭ ഭരണം അവർക്ക് തന്നെയാണ്. അതുപോലെ തെന്മല ഗ്രാമപഞ്ചായത്ത് ഭരണം LDF-നാണ്, അവരത് നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കാളിദാസ് പറഞ്ഞതുപോലെ പത്മകുമാറിന്റെ വാർഡ് അവിടെ BJP ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് നമുക്കറിയാവുന്ന പോലെ തൃശ്ശൂർ കോർപ്പറേഷനിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുന്നു. കൊല്ലം കോർപ്പറേഷനിൽ വൻ അട്ടിമറി. അവിടുത്തെ മുൻ മേയർ, 2 മേയർമാർ തോറ്റുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇത്തവണ അധികാരം പിടിക്കുന്ന നിലയിലേക്ക്
UDF എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ മലപ്പുറം ജില്ല തൂത്തുവാരിക്കൊണ്ട് പോയിരിക്കുകയാണ് UDF എന്ന് തന്നെ പറയാൻ കഴിയും. അത്രയ്ക്ക് എല്ലായിടത്തും, എല്ലാ ബ്ലോക്കിലും, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ വലിയ മുന്നേറ്റം ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ നിലമ്പൂർ നഗരസഭ PV അൻവറിന്റെ സ്വന്തം നഗരസഭയാണ്. കഴിഞ്ഞ തവണ PV അൻവർ LDF-ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് അവിടെ ഭരണം കിട്ടി. പക്ഷേ ഇപ്പോൾ നിലമ്പൂർ നഗരസഭ UDF-ലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. നമുക്ക് ചില റിസൾട്ടുകളിലേക്ക് ഒന്ന് പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ, തൃശ്ശൂർ കോർപ്പറേഷനിലെ പൂങ്കുന്നം വാർഡ് അവിടെ NDA ജയിച്ചിട്ടുണ്ട്. അവിടെ തുടക്കം മുതൽ NDA ലീഡായിരുന്നു. NDAയുടെ രഘുനാഥാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. കുട്ടൻകുളങ്ങര വാർഡിൽ അഞ്ജലി എന്ന സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. പാട്ടുരായ്ക്കൽ വാർഡ് അവിടെയും NDA മുന്നിലായിരുന്നു. അവിടെയും NDA ഇപ്പോൾ ജയിച്ചിട്ടുണ്ട്. തൃശ്ശൂർ പെരിങ്ങാവ് വാർഡ് അവിടെ ഷാരി കിഷോർ കുമാർ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ